താനിത് എങ്ങനെ പാറുവിനോട് പറയും? തന്നെ വിശ്വസിച്ച് താലി ചാർത്താൻ തല കുനിച്ചു തന്നവൾ. ഏട്ടാ, വന്ന് ഭക്ഷണം കഴിക്ക്. ഇതാ മാമയ്ക്കുള്ള അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്ന് കൊണ്ടുപോയി കൊടുത്തോള്. ആ പറച്ചിൽ ഒരു ആജ്ഞയായിട്ടാണ് പരമുവിന് തോന്നിയത്. ഭക്ഷണം എടുത്തു വെച്ചതിനു ശേഷം പാറുക്കുട്ടി മക്കളെയും ചേർത്ത് ഉറക്കാൻ അകത്തേക്ക് നടന്നു. മാമയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് പുറത്തേക്ക് കടന്നപ്പോഴേക്കും ഓപ്പോൾ എവിടെ എന്നുള്ള ചോദ്യം. അമ്മയ്ക്ക് നല്ല സുഖമില്ല, നേർത്ത് കിടന്നു. കാച്ചിയ മോരാണ് കേട്ടോ, കൊണ്ടാട്ടം വറുത്തതും ഉണ്ട്, ചമ്മന്തിയും പയറുപ്പേരിയും. ഓ, അതൊക്കെ മതി. മാമ കഴിക്കാനിരിക്കുന്നതും കണ്ടിട്ടാണ് പരമ പുറത്തേക്ക് നടന്നത്. ആ വലിയ നാലുകെട്ടിൽ ഒരു രാക്ഷസൻ തന്നെ വിഴുങ്ങാനായി പിന്തുടരുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇടിവെട്ടി മഴ പെയ്യാൻ ഒരുങ്ങുന്ന പ്രതീതി. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ചന്ദ്രബിംബത്തെ കാർമേഘങ്ങളെല്ലാം മറച്ചിരിക്കുന്നു. തൻ്റെ അവസ്ഥയും തിങ്കൾക്കലയുടെ അവസ്ഥയും ഒരുപോലെ തന്നെ. അയാൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. തൻ്റെ പാറുക്കുട്ടി കാണാതെ എവിടെയെങ്കിലും തലയൊളിക്കണമെന്നും. അയാൾ ഉമ്മറത്തെ പടിമേൽ കമിഴ്ന്നടിച്ചു കിടന്നു. സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയില്ല. ആരോ തൻ്റെ മേലെ കൈവച്ചിട്ടുണ്ട്. അയാൾ ചാടി എണീറ്റു. എന്താ ഏട്ടാ, എത്ര നേരമായി അത്താഴം കഴിക്കാൻ വിളിക്കണു? ഇന്ന് എന്തു പറ്റി? കുട്ടികളെ ഉറക്കാൻ അകത്തേക്ക് വരാറുണ്ടല്ലോ, ഇന്നെന്താ അതുണ്ടായില്ല? പാറു അയാൾക്കരികിലിരുന്ന് പരാതി പറഞ്ഞ് മുടിയിഴകൾ ഒതുക്കി വെച്ചു. അയാൾക്ക് എന്തു പറയണമെന്നറിയില്ല. പാഞ്ചാലിയെപ്പോലെ ഇവൾക്കും അനുഭവിക്കാൻ യോഗമുണ്ടോ? കവളിണയിലെ നുണക്കുഴി, ചിരിക്കുമ്പോൾ കാണുന്ന കട്ടപ്പല്ലുകൾ, ആ രണ്ട് ദന്തങ്ങൾ അവൾക്ക് മനോഹാരിത മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. 5 ഭർത്താക്കന്മാരെ ഒരേപോലെ സ്നേഹിച്ച പാഞ്ചാലി പക്ഷേ അർജുനനെ ഒരുപടി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇവൾ തങ്ങളിൽ ആരെ കൂടുതൽ ഇഷ്ടപ്പെടും? എന്തോ എനിക്ക് വല്ലാണ്ടൊരു അസ്വസ്ഥത. എന്താന്ന് പറയാൻ കഴിയണില്ല. കുട്ടികൾ ഉറങ്ങിയോ? അച്ഛയും അമ്മയും അത്താഴം കഴിച്ചോ? എനിക്കെന്തോ വിശപ്പില്ല. ഞാൻ കിടക്കാണ്. നീ കഴിച്ചിട്ട് വന്നോളൂ. അയാൾ പാറുക്കുട്ടിയുടെ കൈ തട്ടി മാറ്റി. പാറുക്കുട്ടി വല്ലാതെയായി. എന്തു കാരണമായിരിക്കാം ഇദ്ദേഹത്തിന് ഭക്ഷണം വേണ്ടായിക വന്നത്? അടുക്കള വൃത്തിയാക്കി അവളും ഭക്ഷണത്തിനോട് വിരക്തി കാട്ടി. നങ്ങ ഭർത്താവ് ശങ്കുനായരോട് വീണ്ടും ഉച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം ചൊല്ലാൻ തുടങ്ങി. നമ്മുടെ മഹാഭാരതത്തിലെ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നില്ലേ? അതിന് ഭഗവാൻ കൃഷ്ണനല്ലേ കൂട്ടുനിന്നത്? അത് എന്തിനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, പണ്ടൊക്കെ ഏട്ടനനിയന്മാർക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. അതും നമുക്കറിയാലോ. പിന്നെ എന്തിനാ ഇപ്പോൾ നമുക്ക് ദണ്ണം? നങ്ങ പറഞ്ഞു നിർത്തി. ശരിയാണ് ഇവൾ പറഞ്ഞത്. ഒന്നോർത്താൽ ശരിയാണ്. പക്ഷേ തന്നെക്കൊണ്ടാവില്ല ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ. അയാൾക്ക് മനസ്സ് അസ്വസ്ഥമായി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ ആകപ്പാടെ നാണക്കേടാവും. തങ്ങൾ സ്വത്തുമോഹികളാണെന്ന് പറയും. ശങ്കുനായർക്ക് വെപ്രാളമായി തുടങ്ങി. പാറുക്കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് സമ്മതമായിരിക്കുമോ? ഇത് മൂഷികനെ ഭയപ്പെട്ട് ഇല്ലം അഗ്നിക്കിരയാക്കുന്നത് പോലെയാവും. ശങ്കുനായർക്ക് കിടന്നിട്ട് ഉറക്കം വന്നതില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ കുളിച്ചീറനണിഞ്ഞു വന്ന പാറുക്കുട്ടിയെ പരമൻ വളരെ ദയനീയമായി നോക്കി. മുടിത്തുമ്പിൽ നിന്ന് ധാരാളം ജലം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. അയാൾക്കതുകൊണ്ട് ദേഷ്യം വന്നു. മുടിയിൽ നിന്ന് ജലമിറ്റ് വീണാൽ കണ്ണീര് തോരില്ലാന്ന് പഴമക്കാർ പറയാറുണ്ട്. എൻ്റെ പാറു, നിന്നോട് എന്നും ഞാൻ ഓതണോ മുടിത്തുമ്പ് തുടയ്ക്കാൻ? അവൻ പാറുവിൻ്റെ തല ടർക്കി ടവലാൽ തുടച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും കിടക്കയിലേക്ക് ചരിഞ്ഞു കിടന്നു. സമയം ഇത്രയായില്ലേ, എന്തേ പിന്നെയും കിടക്കണു? വയലിൽ പോകാൻ സമയം തെറ്റിയില്ലേ? അവൾക്ക് അതിശയം വന്നു. തൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും മടി പിടിച്ച് കിടക്കാറില്ല. ഇദ്ദേഹത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. കറികൾക്ക് ഉള്ളി വറവിടാൻ അവൾ കറിവേപ്പില എടുക്കാൻ മട്ടുപ്പാവിലേക്ക് കയറി. ആ സമയം അവളൊരു സ്വകാര്യം കേട്ടു. അപ്പുറത്തെ ചുവരിൽ ചാരി അമ്മയും മാമയും. എന്തിനേ മാധവ, നിനക്കിനിയൊരു മാംഗല്യം? പാറുക്കുട്ടി ഉണ്ടാവുമ്പോൾ നിനക്കൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല. പാറു സത്യമായി.